എഫറന്ന് പിന്നെ മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റിനും ശരിക്കും സ്റ്റൈൻ ഫ്രീ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇല്ല. ശരിക്കും ഇപ്പോൾ ടൈൽസ് ആയാലും ഗ്രാനൈറ്റ് ആയാലും മാർബിൾ ആയാലും നാനോ വൈറ്റ് ആയാലും ഏത് പ്രൊഡക്റ്റും സ്ക്രാച്ചസ് വീഴും. ടൈലുമേൽ താരതമ്യേന കുറവാണ്, എന്നിരുന്നാലും സ്ക്രാച്ചസ് വീഴാത്ത ഒരു പ്രൊഡക്റ്റും ഇല്ല. ഇപ്പോൾ മാർബിളിനെ ഗ്രാനൈറ്റിനൊക്കെ അപേക്ഷിച്ച് ചിലപ്പോൾ ടൈൽസിന് കറ പിടിക്കൽ വളരെ കുറവാണ്. എന്നാലും വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാണ്ട് നമുക്കൊരു ടൈൽസ് കൊടുക്കാൻ കഴിയില്ല. വാട്ടർ റെസിസ്റ്റൻറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മളെ കോയിൽ കിണറിലെ വെള്ളം അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളൊക്കെ സാധാരണ വീടുകൾ ചെയ്യുന്ന ഒരു കേസാണ്. തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫാൻ ഇട്ടാണ്ട് ഇത് ഉണങ്ങും. മോപ്പിലുള്ള വെള്ളം ഈ ടൈൽസ് മേൽ കടന്നു ഉണങ്ങും. അപ്പോൾ ഈ കോയിൽ കിണറിലെ വെള്ളത്തിലൊക്കെ ഈ അയണിൻ്റെ അംശം കൂടുതലായിരിക്കും. ഈ സാധനം ചെയ്യും, അത് ഉള്ളിലേക്ക് വലിഞ്ഞ് അത് ഉണങ്ങും. പിന്നെ നമ്മൾ ഈ ചെരിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ ഒരു അടയാളം കാണും. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും. പിന്നെ അതുപോലെ തന്നെ വിര വീഴുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ. കല്ലൊക്കെ ഇട്ട് വരച്ചിട്ട് ആളുകൾ കൊണ്ടുവരും, ഇതിൽ വിര വീഴുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല. അപ്പോൾ കല്ലിട്ട് വരുതിയാൽ വിര വീഴില്ല എന്നുള്ളത് അല്ല. അതിന് സാധാരണ നോർമൽ കേസിൽ ഒരു വീട് ഉപയോഗിക്കുന്ന ഒരു വീട്ടിൽ അതിൽ വിര വീഴാൻ ചാൻസ് കുറവാണ് ഇങ്ങനത്തെ കേസുകളിൽ.